കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വ്യാപക പ്രതിഷേധം. ബിജെപിയും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും വിവിധയിടങ്ങളിൽ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് അയവില്ല. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിലേക്ക് സംസ്ഥാന വ്യാപകമായി ബിജെപി മാർച്ച് നടത്തി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയും ജലപീരങ്കി പ്രയോഗിച്ചു. ആലപ്പുഴയിലും സംഘർഷമുണ്ടായി. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ച ബിജെപി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള ബിജെപി മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമരക്കാർക്ക് നേരെ ഒന്നിലേറെ തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ കളക്ട്രേറ്റ് മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ച പോലീസിന്റെ വാൻ ബാരിക്കേഡ് റോഡിന് കുറുകിയിട്ട് പ്രവർത്തകർ തടഞ്ഞു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DMO ഓഫീസിന് സമീപം കോളേജ് റോഡിൽ പോലീസ് തടഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.